വളരെ കാലത്തിന് ശേഷം ഒരു അതിഥി എത്തുന്ന മഹത്തായ ദിവസം. എൻ്റെ മനക്കിലേക്ക് സ്വാഗതം. ഈ കേസിലെ യഥാർത്ഥ പ്രതി തന്നെ ശിക്ഷിക്കപ്പെടണം. നിർത്തിയെടുത്തൊന്നും ഞാനിതൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാം. അൺഒഫീഷ്യലി നമ്മള് സമരക്കാരുടെ അടുത്തേക്കല്ല പോണത്. ഇത് പബ്ലിക്കാണ്. എന്റെ കമാൻഡ് ഇട്ടാതെ ഒരുത്തനും കയറി അറ്റാക്ക് ചെയ്യാൻ നിൽക്കരുത്. ഈ മനക്കലെ പടിപ്പര കടന്ന പിന്നെ പാടവും പുഴയും മലയൊക്കെ ഇത് തന്നെയാണ്. എനിക്ക് അന്വേഷിച്ച് തെളിയിക്കാൻ കഴിയാതെ പോയ 4-5 കേസുകളിൽ ഒന്നാണ് ഇത്. നോക്കിയേ മിസ്റ്റർ ബേബി, നിങ്ങൾക്കൊന്നും പറയാനില്ല? ഒന്നുമല്ല, നിങ്ങളൊരു പോലീസ് ഉദ്യോഗസ്ഥനല്ലേ? ഇനി ആവർത്തിക്കാൻ നോക്കാം മാഡം. എന്താ നീ ഞാൻ എന്തായാലും എക്സ്ട്രാ എഴുതി നോക്കാൻ പോവാ. എഴുത്ത് പരീക്ഷ 2 ഭാഗമായിട്ടാ, പിന്നെ ജനറൽ നോളജും. അത്രേ ഉള്ളൂ. പറഞ്ഞപ്പോ തീർന്നു. ചെയ് സാറേ, ഞാൻ ഉണ്ടാവും സാറിന്റെ കൂടെ കേട്ടെങ്കിൽ. ഇതിപ്പം വെറും ഒരു മിസ്സിംഗ് കേസല്ല. ആ ഭാഗത്തുള്ള ആളൊഴിഞ്ഞ എല്ലാ പറമ്പുകളും ഉപയോഗിക്കാതെ കിടക്കുന്ന കുളങ്ങളും കിണറുകളും ഒക്കെ അരിച്ചു വർക്കണം. സ്റ്റാർട്ട് ചെയ്തോ? ഈ രവിസാറൊക്കെ ബുക്ക് കൊണ്ടുപോയി നോക്കി എഴുതിയ ആളാണ്. എനിക്കിതൊക്കെ പേടിയ സാറേ. ഇവിടെ നിന്ന് നമ്മുടെ ജീവൻ അപകടം. പോവാ. ഈ നെഞ്ചത്ത് വെച്ച് കെട്ടാൻ പറ്റുന്ന ഒരു ബോംബ് ഒപ്പിക്കും. എന്നിട്ട് ഞാൻ അത് കെട്ടി അവനെ പോയി കെട്ടിപ്പിടിച്ച് പൊട്ടിത്തെറിച്ച് മരിക്കാം. എടോ, നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് തന്നെ നടത്തുന്ന എക്സാം അല്ലേ, ഇതെന്ത് പഠിക്കാനാ? നിന്നെ കൊണ്ട് ഒട്ടും പറ്റിയില്ലെങ്കിൽ നീ തുണ്ടുവെക്ക്. തുണ്ട്